10,000 to 15,000 റേഞ്ചിലുള്ള കുറച്ച് സ്മാർട്ട് ഫോൺ ആണ്. അതിൽ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ഞാൻ എടുത്തിരിക്കുന്നത് നത്തിങ്ങിന്റെ CMF ഫോൺ 1 ആണ്. ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് ഞാൻ പറയില്ല. അറൌണ്ട് 13,000 ബഡ്ജറ്റിലാണ് നമുക്ക് ഈ സ്മാർട്ട് ഫോൺ കിട്ടുന്നത്. നിങ്ങളൊരു ബെസ്റ്റ് സോഫ്റ്റ്വെയർ, സ്മൂത്ത് സോഫ്റ്റ്വെയർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയട്ടെ, ഇതിന്റെ കൂടെ ചാർജർ വരുന്നില്ല. സോ അതിന് നമ്മൾ അഡീഷണൽ ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതിന്റെ പ്രൊസസർ എന്ന് പറയുന്നത് 7300 പ്രൊസസറാണ്. 5G സ്മാർട്ട് ഫോൺ ആണ്. ക്യാമറ വരുന്നത് സോണിയുടെ 50MP ക്യാമറയാണ്. കുറച്ച് ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും. ആൻഡ് ബാറ്ററി വരുന്നത് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 14,000 ആണ്. 40,000 ബഡ്ജറ്റിൽ മോട്ടോന്റെ G64 പ്രൊസസർ, G64 ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ പ്രൊസസർ എന്ന് പറയുന്നത് മീഡിയടെക്കിന്റെ ഡിമെൻസിറ്റി 7025 പ്രൊസസറാണ്. 5G സപ്പോർട്ടഡ് ആണ്. ഞാൻ പറയുന്ന ഈ 10,000 എബോവ് എല്ലാ സ്മാർട്ട് ഫോണും 5G സപ്പോർട്ടഡ് ആയിരിക്കും. ഇവിടെ സോണി ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ക്യാമറയാണ് വരുന്നത്. 6000 mAh ബാറ്ററി വരുന്നുണ്ട്. കുറച്ചുകൂടി അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നൗ കമ്മിങ് ടു 15,000 ബഡ്ജറ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോ X6 ആയിരിക്കും. ഇതിന് 1-2 അഡീഷണൽ ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ ഇതിലും ഒരു ഡിസ്ക്ലൈമർ പോലെ പറയുകയാണ്, കുറച്ചു കാലം മുമ്പ് മദർ ബോർഡ് ഇഷ്യൂ പോക്കോ ഫോൺസിന് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അതങ്ങനെ കേൾക്കുന്നില്ല. സോ ഇത് പോക്കോ X6 എന്ന് പറയുന്നത് ഫീച്ചർ ലോഡഡ് ഫോണാണ്. ഈ ഒരു സെഗ്മെന്റിൽ 7 Gen S2 സ്നാപ്ഡ്രാഗൺ പ്രൊസസർ വരുന്ന ഏക ഫോണാണ് പോക്കോ X6. ഇതിന് അഡീഷണൽ ആയിട്ട് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഇതിൽ വരുന്നത്. 64 മെഗാ പിക്സലിന്റെ OIS സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ക്യാമറ വരുന്നുണ്ട് വിത്ത് 8MP ആൻഡ് 2MP അഡീഷണൽ ക്യാമറാസ്. ഫ്രണ്ട് 16MP ക്യാമറ വരുന്നുണ്ട്. ആൻഡ് ബാറ്ററി 5000 mAh ബാറ്ററി. 67 വാട്ടിന്റെ ചാർജർ കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ 8GB 256GB വേരിയന്റ് ആണ് വരുന്നത്. സോ അത്യാവശ്യം സ്റ്റോറേജും ബാക്കിയെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രാ നമുക്ക് കിട്ടും. ഇനി നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടി ആവാം എന്നുണ്ടെങ്കിൽ 16,000 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോട്ടോ G85 കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. കേർഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ്. ഇതിന്റെ പ്രൊസസർ എന്ന് പറയുന്നത് മീഡിയടെക്കിന്റെ പ്രൊസസറാണ്. ഡിമെൻസിറ്റി 7300. 5G സ്മാർട്ട് ഫോൺ ആണ്. അഗൈൻ ക്യാമറ വരുന്നത് 50MP ക്യാമറ, സോണി ക്യാമറ തന്നെയാണ്. OIS സപ്പോർട്ടോടുകൂടി. ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സൽ വരുന്നുണ്ട്, കുറച്ച് എക്സ്ട്രാ ആണ്. ആൻഡ് 5000 mAh ബാറ്ററിയാണ് വിത്ത് 67 വാട്ടിന്റെ ഫാസ്റ്റ്. വി ആർ കമ്മിങ് ടു 17,000 ബഡ്ജറ്റ്. 17,500 വരുന്നതാണോ ആഫ്റ്റർ ഡിസ്കൗണ്ട്. പക്ഷേ ഇത് ആമസോണിലാണ്. ഞാൻ ഈ പറയുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് IQ-Z9S. ഈ ഒരു സ്മാർട്ട് ഫോണാണ്. വിവോന്റെ അണ്ടറിൽ വരുന്ന ഡിമെൻസിറ്റി 7300 പ്രൊസസറാണ് വരുന്നത്. 5500 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ക്യാമറ എന്ന് പറയുന്നത് 50MP സോണി ക്യാമറ, OIS സപ്പോർട്ടോടുകൂടി പ്ലസ് 16MP ഒരു ഫ്രണ്ട് ക്യാമറ കൂടി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് 19,000 സെഗ്മെന്റിലെ 2 സ്മാർട്ട് ഫോണാണ്. വൺ ഈസ് പോക്കോ ആൻഡ് ദി അതർ വൺ ഈസ് നത്തിങ്. പോക്കോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോക്കോ X6ന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആണ് പോക്കോ X6 Pro. ഇതിൽ ജസ്റ്റ് പ്രോസസറിന്റെ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ മേജറായിട്ട്. 8300 മീഡിയടെക്കിന്റെ 8300 അൾട്രാ പ്രൊസസറാണ് ഇതിൽ വരുന്നത്. നല്ല പ്രീമിയം സെഗ്മെന്റിലെ പ്രൊസസറാണ്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും പോക്കോ X6ന്റെ അതേപോലെ. വേറെ ഫോൺ എന്ന് പറയുന്നത് നത്തിങ്ങിന്റെ ഫോൺ 2A ആണ്. നിങ്ങളൊരു നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് നോക്കുന്നതെങ്കിൽ നത്തിങ്ങിന്റെ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ചാർജർ നിങ്ങൾ എക്സ്ട്രാ വാങ്ങണം. സോ ഫോണിന് 19,000 ആവും, പ്ലസ് ചാർജറിന് നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇതിന്റെ പ്രൊസസർ എന്ന് പറയുന്നത് മീഡിയടെക്കിന്റെ ഡിമെൻസിറ്റി 7200 Pro പ്രൊസസറാണ് വരുന്നത്. നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറയാണ്. 50MP പ്ലസ് 50MP ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 20,000 ബഡ്ജറ്റിലാണ്. മോട്ടോ എഡ്ജ് ഫ്യൂഷൻ ഫോണാണ് ഞാൻ പറയുന്നത്. മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ. അത് നിങ്ങൾക്ക് 20,000 റേഞ്ചിൽ കിട്ടും ആഫ്റ്റർ ഓൾ ഡിസ്കൗണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2 പ്രൊസസറാണ് ഇതിൽ വരുന്നത്. 50MP പ്ലസ് 13MP ക്യാമറ, റിയർ ക്യാമറ വരുന്നുണ്ട്, ബാക്ക് ക്യാമറ. ആൻഡ് ഫ്രണ്ട് 32 മെഗാ പിക്സലിന്റെ ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 67 or 68 വാട്ടിന്റെ ചാർജർ കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ബോക്സിൽ. സോ ഇതാണ് 20,000 ബഡ്ജറ്റിൽ ഉള്ള ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.